ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് അക്വേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ് സൈൻസ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ചില മെസ്സേജസ് നിങ്ങൾക്ക് ബാധിക്കും, ചിലത് ബാധിക്കില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ സെഷൻ ബുക്ക് ചെയ്യണം വെച്ചാൽ, പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്. പേഴ്സണൽ സെഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, എന്താണ് അവർ ഫ്യൂച്ചർ ആക്ഷൻ എടുക്കാൻ പോണത്, അതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണേ. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി? ഓവറോൾ എനർജി നിങ്ങളുടെ ടെമ്പറൻസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി കിങ് ഓഫ് വാൻഡ്സ്. എന്താണ് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് കറണ്ട് സിറ്റുവേഷൻ? ഇപ്പോഴത്തെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? പാസ്റ്റിൽ ഇത് ഈ 10 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 7 ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് വാൻഡ്സ്. എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ? 4 ഓഫ് വാൻഡ്സ്. എന്താണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ? സ്ട്രെങ്ത്. എന്താണ് ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത്? ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ് ഇവിടെ ഔട്ട്കം ഉണ്ടാവുക? ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം. അപ്പോൾ അക്വേറിയസ്, ഞാനിവിടെ കാണുന്നത് ടെമ്പറൻസ് എനർജിയാണ്. നിങ്ങൾ ഈ മാസം കുറേ ഒരു ബാലൻസ്ഡ് എനർജിയിലാണ്. ഒന്നും ഓവർ ഡൂ ചെയ്യണില്ല, അതല്ല ഒന്നും ഒരു കുറവായി ഒന്നുമില്ല. എല്ലാം ഒരു ബാലൻസിലാണ്. നിങ്ങൾ എഫേർട്ട് ഇടുന്നതും ഒരു ബാലൻസ്ഡ് തരത്തിലാണ്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഹീലിംഗ് എനർജീസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷനിൽ ഹീൽ ചെയ്യാൻ നോക്കണോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഒരു സെപ്പറേഷനിലാവാം. നിങ്ങൾ ഈ സിറ്റുവേഷന് ഓവർകം ചെയ്യാൻ നോക്കണോ, ഇതിന്ന് പുറത്തു വരാൻ നോക്കണോ, ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ നോക്കണോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ഒരു വേറെ തരത്തിൽ നോക്കിയിട്ട് പറഞ്ഞാൽ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് വെച്ചിട്ട് ഈ സിറ്റുവേഷനിൽ എനിക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന്, അങ്ങനത്തെ ഒരു രീതിയിലാണ് നിങ്ങൾ നോക്കണത്. ഇപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ കിങ് ഓഫ് വാൻഡ്സ് ആണ്, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഈ പേഴ്സൺ കുറേ ഒരു പാഷനറ്റ് പേഴ്സൺ ആണ്. അവരുടെ എനർജിയിൽ ഞാൻ കുറേ പാഷൻ കാണുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്കൊരു സ്ട്രോങ് അട്രാക്ഷൻ ഉണ്ട്. നിങ്ങളെ അവരൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്, ലവേഴ്സ് എനർജി. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് വരണം എന്നുണ്ട്. ചിലപ്പോൾ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യും. നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഇവരായിരിക്കും ഒരു മെസ്സേജ് അയക്കുന്നുണ്ടാവുക. എന്തായാലും നിങ്ങളുടെ രണ്ടാളുടെയും ഞാൻ പാസ്റ്റിൻ്റെ ആദ്യം നോക്കാം. പാസ്റ്റിൽ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു, 10 ഓഫ് വാൻഡ്സ്. അപ്പോൾ പാസ്റ്റിലും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ ഈസി ആയിരുന്നില്ല. പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാളും ചിലപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു ബ്രേക്ക് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഒരു ഡിസിഷൻ എടുക്കാത്തതുകൊണ്ട് നിങ്ങൾ രണ്ടാൾക്കും മനസ്സിലാവുണ്ടാവില്ല എന്താ വേണ്ടതെന്ന്, ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടേ, ഈ സിറ്റുവേഷനിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ. അപ്പോൾ എന്തോ ഒരു വലിയ തീരുമാനം എടുക്കാനായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്, പക്ഷെ അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ഒരു ടെമ്പററി ആയിട്ട് ഒരു സെപ്പറേറ്റഡ് എനർജിയിലാണ് ഞാൻ കാണുന്നത്. ഇവിടെയും കറണ്ട് സിറ്റുവേഷൻ അത് തന്നെയാണ്, ഒരു ഹീലിംഗ് എനർജി, ഒരു സെപ്പറേഷൻ്റെ എനർജി. നിങ്ങൾ രണ്ടാൾക്കും കുറച്ചൊരു സ്പേസ് വേണം എന്നൊരു ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഈ മാസം ഞാൻ കാണുന്നത് ആരോ ഇവിടെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പോകണു, അതല്ല വെച്ചാൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യാൻ പോകണു. കാര്യങ്ങൾ വേഗം മുമ്പോട്ടേക്ക് പോകാൻ തുടങ്ങും. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് പക്ഷേ കൺഫ്യൂഷൻ്റെ ആണ്. നിങ്ങൾ ആക്ച്വലി ഷുവർ അല്ല ഈ പേഴ്സണെ കുറിച്ച്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ ഓപ്ഷൻസും ഉണ്ടാവും. നിങ്ങൾ വേറെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ടാവും, വേറെ പുതിയ ആൾക്കാരെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു ഷുവർ അല്ല ഈ പേഴ്സണെ കുറിച്ച്.
നിങ്ങൾ ഈ പേഴ്സണെ ജോലിയുടെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക, അതല്ല വെച്ചാൽ നിങ്ങൾ വേറെ ആൾക്കാരെ മീറ്റ് ചെയ്യണോ നിങ്ങളുടെ നിങ്ങളുടെ വർക്കിൻ്റെ ത്രൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിൽ ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. അവർ ആക്ച്വലി കുറേ ക്ലിയർ ആണ്, കുറേ പാഷൻ ഉള്ള പേഴ്സൺ ആണ്. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, അവർ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കൂടെ അവർക്കൊരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, ഒരു മാരേജ് അല്ലെങ്കിൽ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സെറ്റിൽ ഡൗൺ ആവണം, ഒരു മാരേജ് വേണം, നല്ലൊരു ഫാമിലി വേണം. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ വിചാരിക്കണത്. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ടേക്കാണ് പോകേണ്ടത്, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ സ്ട്രെങ്ത്. അപ്പോൾ എവിടെയോ ഈ പേഴ്സണ് കമ്മിറ്റ്മെൻറ്റ് തരാൻ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഒരു ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുള്ളത്. എന്താ വെച്ചാൽ അവർക്ക് ഇത് ഒരു ഈസി ഡിസിഷൻ അല്ല. അവരെന്തോ ഒരു ഡിസിഷൻ എടുക്കാൻ പോണു, അത് കുറേ ഒരു ഷോക്കിംഗ് ഡിസിഷൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ മേ ബി മുമ്പേ അവർ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ അവർ ഈ ഒരു ഫ്യൂച്ചർ നിങ്ങളുടെ കൂടെ പ്ലാൻ ചെയ്യണു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആക്ഷൻ നോക്കുമ്പോൾ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഈ സിറ്റുവേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ല എന്ന്. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം, പക്ഷേ ഈ പേഴ്സൺ ആ കമ്മിറ്റ്മെൻറ്റ് തരുമോ അത് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾക്ക് അറിയില്ല എന്താ കാര്യം, എന്താ മുമ്പോട്ട് പോവോ, ഇത് നടക്കുമോ ഇല്ലേ, കുറേ സ്ട്രെസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കില്ല ഒരു കണക്ഷൻ, പറഞ്ഞാൽ ഒരു മെസ്സേജ് പോവുണ്ടാവുക. ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അവർ മെസ്സേജ് ചെയ്യുമ്പോഴും കുറേയൊക്കെ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യണില്ല, ഡിസ്കസ് ചെയ്യണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലാണ്, കുറേ ഒരു സ്ലോ മൂവിങ് എനർജി. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് മെസ്സേജ് വന്നാലും കുറച്ചൊരു സമയം എടുക്കണ എനർജി കാണാണ്ട്. കാര്യങ്ങൾ ഉടനെ ഇവിടെ ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്, പക്ഷെ അവർ ആക്ച്വലി ആക്ഷൻ എടുക്കുമ്പോൾ അത് കുറച്ച് സമയം എടുക്കും. ഇവിടെ ഞാൻ കാണുന്നത് പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു മെസ്സേജ് വരാൻ പോകുന്നുണ്ട്, ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്, ഒരു റീകൺസിലിയേഷൻ, ഒരു ഹാപ്പി ന്യൂസ് ഞാൻ വരുന്നത് കാണുന്നുണ്ട്. ഇവിടെ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഒരു പുതിയ ബിഗിനിങ്ങും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ഈ പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് ഇപ്പോഴത്തെ തോട്ട്സ്? യു ആൻഡ് ഐ വർ ടു യങ്. അപ്പോൾ നിങ്ങൾ മുമ്പും കണക്ട് ചെയ്തപ്പോൾ ഈ പേഴ്സണ് തോന്നിയിട്ടുണ്ടാവും നിങ്ങൾ കുറേ യങ് ആണ്, റെഡി അല്ല കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഐ ലോസ്റ്റ് മൈ സെൽഫ് ഫോർ എ ലിറ്റിൽ വൈൽ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ സെപ്പറേറ്റഡ് ആയപ്പോൾ കുറച്ച് അവർക്കൊരു സ്റ്റേബിലിറ്റി ഉണ്ടായിരുന്നില്ല. യു സ്പീക്ക് ടു മീ ത്രൂ മ്യൂസിക്. അപ്പോൾ ഈ പേഴ്സൺ മ്യൂസിക് ലവർ ആയിരിക്കാം. അവർ മ്യൂസിക് കേട്ടിട്ടാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കണേ, നിങ്ങളുടെ പാസ്റ്റ് സിറ്റുവേഷൻസിനൊക്കെ അവർ ഓർക്കണു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഞാൻ കാണുന്നത് സൈൻസ്, ജെമിനൈ ഉണ്ട്, പൈസീസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, ലീബ്ര ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, പൈസീസ്, ക്യാൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സൈൻസ് ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ നക്ഷത്രം ഇല്ലച്ചാൽ സൺ സൈൻ, മൂൺ സൈൻ അറിയാച്ചാൽ അത് കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.